ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗ സീരിയലിൽ നിന്ന് നല്ലൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ അമലുവിനെ ഡോക്ടർ പരിശോധിക്കാണ്. അമലുവാണെങ്കിൽ കരഞ്ഞോണ്ടേ ഇരിക്കട്ടോ. ഡോക്ടർ പറയുന്നുണ്ട് അമലു ഇനി കരയുണ്ട് കേട്ടോ, എല്ലാം ഒരു കുഴപ്പമില്ല, ഇനി ഒരു പ്രശ്നവും അമലുവിനില്ല, നമുക്ക് ചെയ്യേണ്ടതൊക്കെ ചെയ്തു കഴിഞ്ഞു, ഇനി ഒരു പേടിക്കാൻ ഒന്നുമില്ല കേട്ടോ. ഞാൻ പറയുന്നത് കേട്ടല്ലോ, ഇനി നല്ല മെഡിക്ക് കുട്ടിയായിട്ട് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ അവിടെ നിന്ന് പോവാണ്. ഡോക്ടർ പോയി കഴിഞ്ഞിട്ട് പിന്നീട് കാണിക്കണം നമ്മുടെ വിക്രത്തിനും അതുപോലെ തന്നെ രാഹുലിനെ ആട്ടോ. അവരൊരു മൂലക്കിരുന്ന് പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു മൂലക്കിരുന്ന് മനോഹർ പണി എടുക്കുന്നുണ്ട്. മനോഹർ ഇടക്കിടക്ക് വിക്രത്തിനെയും അതുപോലെ തന്നെ രാഹുലിനെ നോക്കുന്നുണ്ട്. വിക്രം അത് കാണുന്നുണ്ട് കേട്ടോ. അങ്കിളെ അവൻ എന്താ അങ്കിളെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ കണ്ടൂടാ, നമ്മളെ തന്നെയാ അവൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്, എന്താടാ എന്ന് ചോദിക്കാണ്. ആ സമയത്ത് മനോഹർ എന്താണ് എന്ന് ചോദിക്കുമ്പോഴേക്ക്, എന്താന്ന് നിന്റെ അടുത്താ ചോദിച്ചത്, എന്താണെന്ന്? അതാ ഞാൻ നിങ്ങളടുത്ത് ചോദിച്ചത് എന്താണെന്ന്. എടാ നീ ഇപ്പൊ ഇവിടെ നിന്നോ, നിനക്കിട്ടെ ഞാൻ വെച്ചിട്ടുണ്ട്, ആടോ താനിങ്ങോട്ട് വാടോ. മുമ്പത്തെ പോലല്ല, താൻ ഇങ്ങോട്ട് തന്നാലാ തിരിച്ച് ഞാൻ അങ്ങോട്ടും തരും എന്ന് മനോഹർ പറയണം. അവിടെയൊക്കെ വാടം വരുന്നുണ്ട്. എടാ മനോഹരെ, എന്താ സാറേ? അതെ, നിനക്ക് നാളെ പരോളുണ്ട് കേട്ടോ. നാളെയോ? അതെ, നാളെ എപ്പോഴാ സാർ എനിക്ക് പോകാൻ പറ്റുക? സമയമൊന്നും എനിക്കറിയില്ല, നാളെ നിനക്ക് പരോള് റെഡി ആയിട്ടുണ്ട് എന്ന് പറയാണ്. അത് കേൾക്കുന്ന വിക്രം രാഹുലിനോട് പറയുന്നുണ്ട്, അങ്കിളെ കേട്ടില്ലേ, ഇനി 4 ദിവസത്തേക്ക് അവരിവിടെ കാണില്ല എന്ന് പറയണം. വാർഡൻ പറയുന്നുണ്ട്, ഹോ നിനക്ക് പരോള് കിട്ടിയപ്പോഴാ എനിക്കാ സമാധാനായത്, കാരണം 4 ദിവസത്തേക്ക് ഇനി അടിയും വഴക്കൊന്നും ഉണ്ടാവില്ലല്ലോ. മനോഹർ പറയുന്നുണ്ട്, പരോള് കിട്ടി, സന്തോഷമായി സാറേ, എനിക്ക് നാളെ പരോള് കിട്ടിയിട്ട് സന്തോഷമായിട്ട് പുറത്തു പോകണം, എന്നിട്ട് എന്റെ മോളെ കാണണം എന്ന് പറയുമ്പോഴേക്കും രാഹുൽ അത് കേട്ട് അവിടെ നിന്ന് വരുവാണ്. ആരുടെ മോളടാ എന്ന് ചോദിക്കുമ്പോ, ആരുടെ മോളാണ്? എന്റെ മോള്, തന്റെ കൊച്ചുമോള് എന്ന് പറയുമ്പോഴേക്കും, നീ അതിനെ കാണണ്ടടാ എന്ന് പറയുമ്പോ, ഞാൻ കാണും, എന്റെ മോളാടോ എന്ന് പറയുമ്പോ വാടൻ പറയണ്ട്, എടാ രാഹുലെ, അവന്റെ മോളെ അവൻ കാണരുതെന്ന് പറയാ, താൻ ആരാടോ എന്ന് പറയാണ്. സാറേ ഇവൻ പറ്റിക്കാണ്, ഒരു പുതിയൊരു നാടകമായിട്ട് വന്നിരിക്കുക അവൻ, അതൊക്കെ അവൻ നോക്കിക്കോളും, താൻ അതിൽ ഇടപെടാൻ നിൽക്കണ്ട എന്ന് പറയാണ്. അതുകൊണ്ട് നീ നിന്റെ പണിയെടുക്കാൻ നോക്ക് എന്ന് പറയുമ്പോഴേക്കും മനോഹർ പറഞ്ഞു, സാറേ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ എന്റെ മോളെ ആയിരിക്കും ആദ്യം കാണാൻ പോണത് എന്നൊക്കെ മനോഹർ പറയണ. അത് നീ എന്താന്ന് ചെയ്തോ, ശരി എന്നാ നാളെ നിനക്ക് പുറത്തിറങ്ങാം എന്ന് പറഞ്ഞിട്ട് വാർഡൻ അവിടെ നിന്ന് പോവാണ്. വാർഡൻ പോയി കഴിയുമ്പോഴേക്കും വാർഡൻ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, മനോഹര പുറത്തു പോയിട്ട് നീ ജീവനോട് തിരിച്ചു വരണം കേട്ടോ, കാരണം നിന്നെ വെട്ടിക്കൊല്ലാനൊക്കെ നീ കല്യാണം കഴിച്ച പെമ്പിള്ളയുടെ പാരന്റ്സ് ഒക്കെ കാത്തിരിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഇവന്റെ മോള്, അതുകൊണ്ട് അവിടെ കണ്ണിലൊന്നും പെടാതെ പോണം സാറേ, എന്നെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല സാറേ, ഇപ്പോഴേ എനിക്ക് നല്ല ധൈര്യമുണ്ട് എന്നൊക്കെ മനോഹർ പറയുന്നുണ്ട് കേട്ടോ. രാഹുലിനെ വിക്രത്തിനാണെങ്കിൽ ദേഷ്യം വരുവാണ്. അവിടെ നിന്ന് വാർഡൻ പോയിക്കുമ്പോൾ രാഹുൽ പണ്ടിടാ, നിന്നെ ഞാൻ വെച്ചേക്കിടാ, പിന്നെ ഇവിടെ വെച്ചിട്ട് ഇയാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, പിന്നല്ലേ പുറത്തിറങ്ങുമ്പോൾ ഇയാൾ എന്നെ ചെയ്യാൻ പോണത്. അപ്പോഴേക്കും രാഹുൽ മനസ്സിലിങ്ങനെ വിചാരിക്കാണ്, ഇവൻ നാളെ പരോളിൽ ഇറങ്ങുകയാണല്ലോ, ഇതെങ്ങനെയാ എന്റെ മോളെ ഒന്ന് അറിയിക്കാൻ പറ്റുക, അവൾ അറിയിക്കാനും പറ്റില്ലല്ലോ എന്നൊക്കെ ആലോചിക്കുന്നുണ്ട് രാഹുൽ കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് അമലു ഇങ്ങനെ കരഞ്ഞുകൊണ്ട് കിടക്കാണ്. അവിടെയൊക്കെ കല്യാണി വരുന്നുണ്ട്. അമലു ഇനി പേടിക്കാനൊന്നും ഇല്ല കേട്ടോ, എല്ലാം കഴിഞ്ഞു, ഇനി നിനക്ക് അങ്ങനത്തെ ഒരു സംഭവമേ സംഭവിച്ചിട്ടില്ല, നീ ആ രീതിയിൽ ആരോടും പെരുമാറും വേണ്ട, നോക്ക് ഇതിപ്പോ എനിക്കും കിരണേട്ടനും ഒക്കെ മാത്രമേ അറിയുള്ളൂ, വേലൂരും അതുപോലെ എന്റെ അമ്മക്കും ഒന്നും അറിയില്ല, നീ ആയിട്ട് അവർ താഴ്ത്തും പറയരുത്, ഇനി നീ സന്തോഷത്തോടെ സമാധാനത്തോടെ പഴയതൊക്കെ ഒരു സ്വപ്നമായിട്ട് കരുതി വേലുവിന്റെ കൂടെ സുഖമായിട്ട് നിനക്ക് ജീവിക്കാം. ഈ ട്രിപ്പ് കഴിയുമ്പോഴേ നമുക്ക് അങ്ങ് പോകാം, പിന്നെ പോണ മുമ്പേ ഞാൻ പറഞ്ഞില്ലേ കിരണേട്ടന്റെ അച്ഛൻ ഇവിടെ അഡ്മിറ്റ് ആണ്, കിരണേട്ടന്റെ അച്ഛനെയും കണ്ടിട്ട് പോകാം എന്ന് പറഞ്ഞു. അപ്പോ അമല് പറയുന്നുണ്ട്, കിരൺ സാറിന്റെ അച്ഛൻ ഹോസ്പിറ്റൽ ആവാൻ കാരണം ആ തേൻ കുടിച്ചത് കൊണ്ടിട്ടല്ലേ, അതുകൊണ്ട് എന്നോടൊക്കെ ദേഷ്യം ഉണ്ടാവോ? അയ്യോ അത് നിനക്ക് തോന്നണതാ, നിന്നോടൊന്നും ഒരു ദേഷ്യമില്ല, നിന്നെ കൂട്ടിക്കൊണ്ട് വരാനേ കിരണേട്ടന്റെ അച്ഛനാ പറഞ്ഞത്, അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് സൈക്കാട്രിസ്റ്റിനെ കാണണം എന്ന് പറയണം. അപ്പോഴേക്കും ഡോക്ടർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അമലു എന്താ പറയണത്? ഒന്നുമില്ല ഡോക്ടർ, സംസാരിക്കായിരുന്നു. ഇപ്പൊ അമലുവിന് പ്രശ്നമൊന്നുമില്ല, പിന്നെ സൈക്കാട്രിസ്റ്റിനെ കാണുന്നുണ്ടല്ലോ അല്ലെ? കാണുന്നുണ്ട് ഡോക്ടർ എന്ന് കല്യാണി പറയണേ. ശരി, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അമലു കല്യാണി ഫോൺ വിളിച്ചാൽ മതി, ഞാൻ അങ്ങോട്ട് വന്നോളാം, ഇനി അങ്ങോട്ട് വരുമ്പോ ആർക്കൊക്കെ സംശയമാണെന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ കല്യാണി കല്യാണ തിരക്കല്ലേ, അതുകൊണ്ട് കല്യാണി വരണോന്നില്ല, ആരെങ്കിലും കൂടെ പറഞ്ഞയച്ചാൽ മതി, പ്രശ്നമൊന്നും ഉണ്ടാവാൻ ഒരു കുഴപ്പമില്ല, അഥവാ ഉണ്ടെങ്കിൽ മാത്രം കേട്ടോ, ശരിയെങ്കിൽ കാണാം എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അവിടുന്ന് പോവാണ്. ഡോക്ടർ പോയി കഴിയുമ്പോഴേക്കും അമലു വാ, അച്ഛനെ കണ്ടിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകാം, പിന്നെ ഡോക്ടറെയും കാണണം എന്ന് പറയാണ്. ചേച്ചി അത് ഒരു കുഴപ്പമില്ല, നീ വാ, ഞങ്ങളൊക്കെ നിന്റെ കൂടെ തന്നെയില്ലേ, നീ എന്തൊരു പാവം പെൺകുട്ടിയാ, അതാ നിനക്ക് ഇത്ര വിഷമം, നീ വാ എന്ന് പറഞ്ഞിട്ട് കല്യാണി അമലിനെ കൂട്ടിക്കൊണ്ട് ചന്ദ്രസേന്റെ അടുത്തേക്ക് പോവാട്ടോ. ചന്ദ്രസേൻ എന്തൊക്കെയോ ആലോചിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അവിടേക്ക് വാതിൽ തുറന്ന് കല്യാണി വരുന്നുണ്ട്. അമലു വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അമലുവും വരുന്നുണ്ട്. ചന്ദ്രസേനൻ അമലുവിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകട്ടോ. അമലു കരഞ്ഞുകൊണ്ടാണ് വരുന്നത്. എന്താ മോളെ, എന്തിനാ നീ ഇങ്ങനെ കരയുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പൊ കല്യാണി പറയുന്നുണ്ട്, അച്ഛ അവൾക്ക് വല്ലാത്ത കുറ്റബോധമുണ്ട്, എന്തിന്, നോക്ക് ഈ കാര്യം ആരും അറിഞ്ഞിട്ടില്ല,
ഒരു കണക്കിന് നീ ഇവിടെ വന്നത് നന്നായില്ലേ. അതുകൊണ്ട് ഇനിയിപ്പോ ആരും അറിയാതെ ചെവി അറിയാതെ കല്യാണി കാര്യങ്ങളൊക്കെ എല്ലാം റെഡിയാക്കിയില്ലേ. നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട. നോക്ക്, നിന്നെ സ്നേഹിക്കുന്ന ഒരാള് നിന്റെ കൂടെയില്ലേ വേലു. അവനെ സ്നേഹിച്ചു ഒരുപാട് നാള്, ഒത്തിരി നാള് സുഖവും സന്തോഷമായിട്ട് ജീവിക്കണം. പിന്നെ ഞങ്ങളുടെയൊക്കെ സഹായം നിനക്കുണ്ടല്ലോ. ഒരു കണക്കിന് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഞങ്ങളൊക്കെ പരിചയപ്പെടാൻ വേണ്ടിയിട്ടായിരിക്കും. ഞങ്ങളുടെ എപ്പോഴും ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് കേട്ടോ എന്ന് പറയാണ്. അപ്പോ കല്യാണി പറയണ്ട്, അതെ അച്ഛ, കാർത്തിക ചേച്ചി ഉണ്ടല്ലോ, ഇവിടെ തേൻ ബിസിനസ്സേ തുടങ്ങിയാലോന്ന് ആലോചിക്കുക. ആഹാ, അങ്ങനെയാണെങ്കിൽ അമലും വേലും രക്ഷപ്പെട്ടല്ലോ എന്ന് ചന്ദ്രസേനൻ പറയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം തന്നെ മാറി മറിയും. അതെ, ഇനി അമലുവിനും വേലിന് തിരക്കോട് തിരക്കായിരിക്കും. ഞാൻ അമലിനെ കൊണ്ടുപോട്ടേച്ച, അവൾക്ക് അധികം നേരം നിൽക്കാനൊന്നും പാടില്ല. ഇവിടെ സൈക്കാട്രിസ്റ്റ് ഉണ്ട്, കാണിച്ചിട്ട് വീട്ടിൽ പോയിട്ട് റെസ്റ്റ് ചെയ്യണമെന്നാ പറഞ്ഞേക്കുന്നത്. മോൾ ഒന്നും കൊണ്ട് പേടിക്കട്ടോ, ഞങ്ങൾ എല്ലാവരും കൂടെയുണ്ട് എന്ന് പറയുമ്പോ അമല് പൊട്ടിക്കരയാണ്. ചന്ദ്രസേന പറയണ്ട, അയ്യോ നീ എന്തിനിങ്ങനെ കരയുന്നത്, നീയായിട്ട് സംശയമൊന്നും വരുത്തരുത്. പിന്നെ നീ ഇപ്പൊ കരഞ്ഞാലും നിന്റെ അച്ഛൻ പോയതിന്റെ വിഷമത്തിൽ കരയണേന്നേ മറ്റുള്ളവര് വിചാരിക്കുള്ളൂ. അതുകൊണ്ട് മോളെ, ഇനിയിപ്പോ ഈ വിഷമങ്ങൾ പതുക്കെ പതുക്കെ മാറിപ്പോയിക്കോളും. അങ്ങനെ മാറിപ്പോണം കേട്ടല്ലോ. സുഖമായിട്ട് പോയിരിക്കെ, ഞാനിവിടെ ഡിസ്ചാർജ് ആയിട്ട് മോളെ കാണാൻ വരാം എന്നൊക്കെ പറയാണ്. ശരിയെന്ന് പറഞ്ഞിട്ട് അമല അവിടെ നിന്ന് പോവാണ്. കല്യാണി അമലിനെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോകാൻ തുടങ്ങുവാട്ടോ. അതേസമയം നമ്മുടെ കിരൺ രതീഷിനോട് പറഞ്ഞിട്ട്, രതീഷേ, നമ്മുടെ അമ്മായച്ചൻ ഗേറ്റിന് അവിടെ നിൽക്കുന്നത് കുറെ നേരമേ, തിന്നണം നീലൊക്കെ ഉണ്ടോടാ സമയത്തിന്. എന്റെ സാറേ അകത്ത് പോലും കേറണില്ല. തിന്നണ സമയത്ത് അവനെങ്ങാനും കേറി വരുമെന്ന് പേടിച്ചിട്ട് തൊട്ടപ്പുറത്തൊരു കടയില്ലേ, അവിടെ നിന്ന് നാരങ്ങ വെള്ളവും റോബസ്റ്റ പഴമൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. എന്ത് പറയാനാ, ആകെ പേടിയാണ്. അപ്പോഴേക്കും ഹരിയേട്ടൻ പറഞ്ഞു, ഇങ്ങനെ പേടിയാണെന്നുണ്ടെങ്കിൽ രജിസ്റ്റർ മാരേജ് ചെയ്താൽ മതിയായിരുന്നു സാറേ എന്ന് പറയുമ്പോ കിരൺ പറയുന്നുണ്ട്, അതെ എനിക്കിപ്പോ അങ്ങനെയാ തോന്നുന്നത്, രജിസ്റ്റർ മാരേജ് ചെയ്താൽ മതിയെന്നാ എനിക്കും തോന്നുന്നത്. പിന്നെ കാർത്തികയുടെ അമ്മക്കും കുറച്ച് ആഗ്രഹങ്ങളൊക്കെ ഇല്ലേ മോളുടെ വിവാഹം എങ്ങനെ നടക്കണമെന്ന്. അപ്പൊ അവരുടെ ആഗ്രഹങ്ങളൊക്കെ വിലയിരുത്തിയിട്ടാണ് ഓഡിറ്റോറിയം തന്നെ ബുക്ക് ചെയ്തത്, അതും ചെറിയൊരു ഓഡിറ്റോറിയം എന്നിങ്ങനെ പറയണം. ആ സമയത്ത് കിരണും പറയുന്നുണ്ട് അമലിനും കൂട്ടിക്കൊണ്ട് കല്യാണി ഇപ്പൊ വരും എന്ന് പറയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ കല്യാണിയും അമലും അങ്ങോട്ടേക്ക് വരും കേട്ടോ. കിരൺ അമലുവിനെ ഇങ്ങനെ നോക്കാണ്. അമലു ആകെ ക്ഷീണിച്ച് കരഞ്ഞ് തളർന്നിട്ടാണ് വരുന്നത്. അപ്പോഴേക്ക് കല്യാണി പറയുന്നുണ്ട്, അമലുവിനെ കൊണ്ടുവന്നിട്ടോ. അമലു ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ, പേടിക്കാനൊന്നുമില്ല കേട്ടോ, ഞങ്ങളെല്ലാം കൂടെയില്ലേ എന്ന് പറയുമ്പോ അമലു ഇങ്ങനെ പൊട്ടിക്കരയാട്ടോ. ആ സമയത്ത് കല്യാണി പറഞ്ഞിട്ട്, കിരണേട്ടാ ഞാൻ അവളൊന്ന് കൊണ്ട് കിടത്തട്ടെ. ശരി, നന്നായിട്ട് റെസ്റ്റ് എടുക്ക്, പൊയ്ക്കോ എന്ന് പറയാണ്. അങ്ങനെ കല്യാണി അമലിനും കൂട്ടിക്കൊണ്ട് പോവാണ്. രതീഷ് പറയണ്ട, ഭാഗ്യം ആ പെൺകുട്ടിക്ക് വേറെ ചതിവൊന്നും പറ്റിയില്ലല്ലോ സാറേ, ഞാൻ പുറത്തൊക്കെ പോയിട്ടൊന്ന് നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് രതീഷ് അവിടുന്ന് പുറത്തേക്ക് പോവാട്ടോ. ആ സമയത്ത് ഹരിയേട്ടൻ പറയണ്ടോ, അയ്യോ അതൊരു പാവം പെൺകുട്ടിയാണല്ലോ. അതേന്ന് പഞ്ചപാവമാണ്, എന്ത് പറയാ, ചെറുതായിട്ടൊന്ന് മനസ്സ് മാറി, അവന്റെ സ്നേഹം ശരിക്കുള്ള സ്നേഹം എന്ന് വിചാരിച്ചു. അതാ അവൾക്ക് പറ്റിയ അബദ്ധം. പിന്നെ അവൾക്ക് ചെറിയൊരു അബദ്ധം പറ്റി. രതീഷ് ഇപ്പൊ പറഞ്ഞില്ല അവൾക്ക് ചതിയൊന്നും പറ്റാതെ മഹാഭാഗ്യം, അവൾക്ക് ചതി പറ്റി. എന്നിട്ട് ഈശ്വര എന്ന് പറയുമ്പോ കല്യാണി ഇപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ടാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അതേതായാലും നന്നായി. അതുകൊണ്ട് അവൾക്ക് ആകെ ഒരു ക്ഷീണവും തളർച്ച. എന്തായാലും ഈ കാര്യം ആരോടും പറയണ്ടിട്ടോ ഹരിയേട്ടാ. ഞാൻ അടുത്ത് പറയാനാ, പ്രത്യേകിച്ച് വേലും അവളുടെ ഊരൊന്നും അറിയാതിരിക്കണേ നല്ലത്. അതാ നല്ലത് എന്ന് ഹരിയേട്ടനും പറയണം. ആ സമയത്ത് സെക്യൂരിറ്റി ചേട്ടനും അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. താൻ ഇപ്പോഴാണോ വന്നത് എന്ന് ചോദിക്കുമ്പോഴേക്കും, അതെ സാറേ, ഇപ്പൊ വന്നതേ ഓരോ പണിയും കാര്യങ്ങളൊക്കെ ഇല്ലേ, അതുകൊണ്ടിട്ടാ. താൻ ആ പുറകിലൊക്കെ പോയി സഹായിക്കുക എന്നൊക്കെ പറയാണ്. അങ്ങനെ സെക്യൂരിറ്റി ചേട്ടനെ കൂട്ടിക്കൊണ്ട് നമ്മുടെ കിരണം അപ്പുറത്തേക്ക് പോകുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ വേലൂർ ഒരു പണി എടുത്തോണ്ടിരിക്കട്ടോ. വേലൂരോട് കിരൺ പറയുന്നുണ്ട്, വേലു ദേ നിന്റെ പെണ്ണ് വന്നിട്ടോ. ആണോ, വന്നു സാറേ. അതെ, അവൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ സാറേ. എന്ത് കുഴപ്പം? ഒരു കുഴപ്പമില്ല, അവളുടെ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിരിക്കുക, അതുകൊണ്ട് അവൾ കിടക്കുവാണ്. ആണോ, അതെന്തു പറ്റി? എടാ അത് കുഴപ്പമൊന്നും ഇല്ലടാ, അവൾക്ക് ക്ഷീണമില്ലേ. അത് ശരിയാ സാറേ, അവൾ ഭക്ഷണം ഒന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ടിട്ടായിരിക്കും. ഡോക്ടർ എന്താ പറഞ്ഞത് സാറേ? ഒരു കുഴപ്പമൊന്നുമില്ലെന്നാ പറഞ്ഞത്. ഈ ഭക്ഷണം കഴിക്കാത്തതിന്റെയൊക്കെ ക്ഷീണമാടാ. നീ പോയി കണ്ടിട്ട് വാ. സാറേ എന്റെ കൈയും കാലൊക്കെ അഴുക്കാ സാറേ, എന്റെ കൈ കാലൊക്കെ കഴുകിയിട്ട് വരാം. എടാ അതിന്റെ കുഴപ്പമൊന്നുമില്ല, മനസ്സില് സ്നേഹം, മനസ്സിലെ വൃത്തി അത് നിനക്ക് ഒരുപാടുണ്ടടാ, അതുകൊണ്ട് ഈ അഴുക്കൊന്നും ഒരു അഴുക്കല്ല. നീ പോയിട്ട് പെട്ടെന്ന് എന്ന് പറയാണ്. അങ്ങനെ ശരി സാറേ എന്ന് പറഞ്ഞിട്ട് വേലു അകത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. പാവം എന്ന് വിചാരിച്ചിട്ട് കിരൺ വേലുവിന് തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് കല്യാണി അമലുവിനെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കട്ടെ. അമലു നീ ഇങ്ങനെ കരഞ്ഞോണ്ടേ ഇരിക്കല്ലേ, മറ്റുള്ളവർക്ക് വിഷമമാകും. നീ ഒരുമാതിരി ഇപ്പൊ നിന്റെ അച്ഛൻ മരിച്ചതിന്റെ വിഷമത്തിലാ നീ എന്നാ എല്ലാരും വിചാരിക്കണത്. പക്ഷെ കുറച്ച് നാളോട് കഴിഞ്ഞിട്ട് നിന്റെ സ്ഥിതി ഇതേപോലെ തന്നെയാണെങ്കിൽ എല്ലാവർക്കും സംശയവും. അതുകൊണ്ട് നീ ഇനി കരയല്ലേ, എല്ലാം കഴിഞ്ഞു.
നിന്റെ ജീവിതത്തിൽ ഒരു ചെറിയൊരു നശിച്ചൊരു ദിവസങ്ങൾ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു പോയി, അത്രയും വിചാരിച്ചാൽ മതി എന്നൊക്കെ പറയുമ്പോൾ വേലു അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആ ദേ വേലു വന്നല്ലോ എന്ന് പറയാണ്. സാറമ്മേ, ഇവൾക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ഒരു കുഴപ്പമില്ല വേലു, ഇവളൊരു പഞ്ചപാവമാണല്ലോ. സത്യം പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു പഞ്ചപാവത്തിനെ ഞാൻ കണ്ടിട്ടില്ല. ഇടയിൽ ചെറിയൊരു അബദ്ധം കാണിച്ചു, അത്രേ ഉള്ളൂ, വേറൊരു കുഴപ്പമില്ല എന്ന് പറയാണ്. നിങ്ങൾ സംസാരിച്ചിരിക്കെ എന്ന് കല്യാണി പറയുന്നുണ്ട്. കല്യാണി അവിടുന്ന് പോകുവാട്ടോ. അമലുവിന്റെ അടുത്തേക്ക് വേലു ഇരിക്കുകയാണ്. അമലുവിന്റെ കൈകൾ ഇങ്ങനെ പിടിച്ച് തലോടുന്നുണ്ട്. അമലു, നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കണത്? നിനക്ക് ഒരു കുഴപ്പമില്ല. എന്നാലും വേലുവേട്ട എന്ന് പറഞ്ഞ് കരയാണ്. അമലു, ഞാൻ പറഞ്ഞതല്ലേ ഭക്ഷണമൊക്കെ കഴിക്കണമെന്ന്. ഭക്ഷണമൊക്കെ കഴിക്കാത്തോണ്ടല്ലേ നിനക്ക് ഈ പ്രശ്നമൊക്കെ ഉണ്ടായത്. നോക്ക്, സമയത്തിന് ഭക്ഷണമൊക്കെ കഴിക്കണം കേട്ടോ. ഇവിടുത്തെ ആളുകളൊക്കെ എത്ര നല്ല ആളുകളാന്ന് നോക്കൊക്കെ. കല്യാണത്തിനൊക്കെയായിട്ടും കല്യാണി മാഡം നിന്റെ കൂടെ വന്നില്ല എല്ലാത്തിനും. നീ സമാധാനമായിട്ടിരിക്കും, നിനക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ നിന്റെ കൂടെ ഇല്ലേ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുമ്പോൾ അമലു ഇങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ. ബൈ ബൈ.